അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടി. ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന മസ്അലകളിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തേത്, അന്ന ദീനൽ അംബിയാഇ വാഹിദുൻ. എല്ലാ നബിമാരുടെയും ദീന് അല്ലെങ്കിൽ മില്ലത്ത്, അവരുടെ ആദർശം ഒന്നാണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ന ഇബാദത്തല്ലാഹി ലാ തഹ്സുലു ബിത്വാഗൂത്ത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് ത്വാഗൂത്തിനെ അഥവാ ദുർമൂർത്തികളെ അവിശ്വസിക്കൽ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനി അബ്ദുല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ വജ്തനിബുത് ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ അല്ലെങ്കിൽ ദുർമൂർത്തിയെ നിങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്താണ് ത്വാഗൂത്ത്? നാം മനസ്സിലാക്കേണ്ട, അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെല്ലാം പൊതുവിൽ ത്വാഗൂത്ത് എന്ന് പറയും. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരെല്ലാം ആരാധന ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം ത്വാഗൂത്തുകളാണ്. എന്നാൽ പ്രവാചകന്മാർ, യഥാർത്ഥ ഔലിയാക്കൾ, മലക്കുകൾ, ഇവരൊന്നും ത്വാഗൂത്തുകളല്ല. അവരൊന്നും തന്നെ ആരാധന ആഗ്രഹിക്കുന്നുമില്ല. എന്നിട്ടും അവർ ആരാധിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അതോടൊപ്പം തന്നെ ത്വാഗൂത്തിൽ അവിശ്വസിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നാം യഥാർത്ഥ മുവഹിദാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.